സുഭാഷ് കരുനാഗപ്പള്ളി, ഞാൻ സലീം കുമാറേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന കാലത്ത് ഞാൻ വേറൊരു ട്രൂപ്പിന്റെ പരിപാടി കാണാൻ വേണ്ടി പോയി. ഞാൻ അന്ന് ആ സ്റ്റേജിന്റെ ബാക്കിൽ പോയപ്പോ നമ്മുടെ ട്രൂപ്പിന്റെ ഓണറും ഡയറക്ടറും എല്ലാം സലീം കുമാറേട്ടനാണ്. നമ്മളേറെ ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. ഇത് ഏത് വർഷമായിരിക്കും? ഇതൊരു 2002-03 ആയിരിക്കും അല്ലേ? 2000-2002 ആ ടൈം ആണ്. നീ എപ്പോഴല്ലേ വന്നത്? അതെ അതെ. ഞാന് സലീമന്റെ ട്രൂപ്പിൽ കളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു 2003 മറ്റേ ഒരു വേറൊരു ട്രൂപ്പിന്റെ ഷോ കാണാൻ പോയിട്ട് സ്റ്റേജിന്റെ ബാക്കിൽ ചെന്നപ്പം ചെറിയ ലൈറ്റേ ഉള്ളൂ, സ്റ്റേജിന്റെ ബാക്കിലല്ലേ. പെട്ടെന്ന് സലീമേട്ടൻ സ്റ്റേജിന്റെ ബാക്കിലോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നിടത്തുനിന്ന് ചാടി എണീറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ സലീമേട്ടനല്ല, ഇവൻ സലീമേട്ടന്റെ ഫിഗറും ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അന്ന് വൺ മാൻ ഷോ എന്നൊക്കെ പറയുന്ന ചിത്രത്തിലെ സലീമേട്ടന്റെ ഫിഗറും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് സുഭാഷ്. പിന്നീട് അങ്ങോട്ട് സുഭാഷ് എത്ര ശബ്ദങ്ങൾ ചെയ്തിട്ടുണ്ടെന്നോ ആരെയൊക്കെ അനുകരിച്ചിട്ടുണ്ടെന്നുള്ളത് കണക്കില്ല. പിന്നീട് നടന്ന ചരിത്രമായിരുന്നു. അതുപോലെ ഒരുപാട് അനുകരണങ്ങൾ, ഒരുപാട് സ്റ്റേജുകൾ, ഗൾഫ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സുഭാഷ് പതുക്കെ കമ്പ്യൂട്ടറോ എഞ്ചിനീയറോ സോഫ്റ്റ്വെയറോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ, എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് മാറി. വെറുതെ അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ ഇച്ചിരി കൂടെ എന്നെക്കാൾ കുറെ കൂടെ നല്ല തലയുള്ള ആൾക്കാർക്ക് പറഞ്ഞ പണിയാണ്. ഇത് എഡിറ്റിങ്, വിഷ്വൽ എഫക്ട്സ്, DI, അതായത് നമ്മൾ കളർ ചെയ്യല്ലോ, ഗ്രേഡിങ്, അങ്ങനെയുള്ള പരിപാടി. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, വേറെ രൂപത്തിലാന്നേ ഉള്ളൂ. എങ്ങനെ പോകുന്നു സുഭാഷ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. മിമിക്രി ഇപ്പോഴും ഒരു താല്പര്യത്തോടുകൂടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ പോലും നമുക്ക് ജീവിതത്തിൽ ഈ താല്പര്യമുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, അങ്ങനെ ആയിരിക്കണമല്ലോ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മിമിക്രിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പിഷാരടിയൊക്കെ മറ്റേ എന്താ നമ്മുടെ ആ ഷോ ഉണ്ടല്ലോ ധർമ്മജനുമായിട്ടുള്ള, അതൊക്കെ തിരക്കാവുന്ന നിന്റെ ഒരു ലെവൽ ഇങ്ങനെ അങ്ങോട്ട് മാറി വരുന്ന സമയത്താണ് എൻ്റെ തലയിലേക്ക് ഈ കമ്പ്യൂട്ടറും DI, എഡിറ്റിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റെ തലയിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതൊരു കോഴ്സായിട്ട് തന്നെ പഠിച്ചു. അത് ചെന്നൈയിൽ ഇമേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അത് കോഴ്സായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ വർക്കുകൾ ചെയ്തു പോകുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും വിനയം വിട്ടിട്ടില്ല. നമ്മളൊക്കെ എത്ര പരിപാടികളില്ലാത്ത അവസ്ഥ, നല്ല തിരക്കുള്ള സ്റ്റുഡിയോയുടെ ഓണറാണല്ലോ, വിനയം വിട്ടിട്ടില്ല. അന്ന് കമ്പ്യൂട്ടറൊക്കെ വന്ന് നല്ല ബുദ്ധി തോന്നി. അതെ അതെ. സുഭാഷ്, വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഈ ഇതല്ലാതെ കലാപരമായ പരിപാടികൾ, പ്രോഗ്രാമുകൾ ഇപ്പൊ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാം നമ്മുടെ ഈ പറഞ്ഞ പോലെ പിഷാരടി പോലെ തന്നെയുള്ള സൗഹൃദങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിക്കുമ്പോ സുഭാഷിന്റെ എനിക്കൊരു വലിയ ഓർമ്മ, സുഭാഷ് അന്ന് വലിയൊരു വിഗും കാര്യങ്ങളും ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് സ്റ്റേജില് സിംഗർ ഹരിഹരന്റെ ഫിഗർ ചെയ്യുമായിരുന്നു. അപ്പൊ സുഭാഷ് വിഗ് മേടിച്ച കടയിൽ നിന്ന് തന്നെ വിഗ് മേടിച്ചിട്ട് വേറൊരാള് സന്തോഷ് കോട്ടയം എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, AK ആന്റണി സാറിന്റെ ഫിഗറൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഈ സന്തോഷ് കോട്ടയം ഒരു ദിവസം സുഭാഷിനെ വിളിച്ചിട്ട്, എടാ സുഭാഷേ, നീ വിഗ് മേടിച്ച അതേ കടയിൽ നിന്ന് തന്നെയാണല്ലോ ഞാനും വിഗ് മേടിച്ചത്, എന്നിട്ട് എനിക്ക് ഫിഗർ കിട്ടുന്നില്ലല്ലോ എന്ന്. ഒരു ബന്ധവുമില്ല അതുമായിട്ട്, വേറെ മുഖമാ പുള്ളിക്ക്, എന്നിട്ട് ഈ ഫിഗർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. ഇതിന്റെ പ്രാക്ടീസ് അപ്പൊ എപ്പോഴാണ് സുഭാഷ് ചെയ്യുന്നത്? ഇത് ഒന്ന് പൊടി തട്ടി വെക്കാനായിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ പരിപാടിയുടെ ഇടയിൽ ഇത് വീട്ടില് അതിന് പറ്റിയ ഓഡിയൻസ് ഉണ്ട്. ഒന്ന് എന്റെ മോള് ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ദേവി പാർവതി. പിന്നെ മോൻ വന്നിട്ട് 5 വർഷമായുള്ളൂ, 5 വയസ്സേ ആയുള്ളൂ. അവൻ ഞാൻ ഈ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്റ്റേജിൽ കിടന്ന് വിരകുന്ന കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ളത് മോള് മാത്രമാണ്. അപ്പൊ മോള് ഒരു നല്ല ഓഡിയൻസ് ആണ്. അവള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അവൾക്ക് താല്പര്യമുണ്ട് അച്ഛൻ വീണ്ടും സ്റ്റേജിൽ കയറി കാണണം. സുഭാഷ്, എന്തെങ്കിലും ചെറിയ പരിപാടികൾ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുമോ ഇപ്പൊ വന്ന സ്ഥിതിക്ക്? പണ്ട് ചെയ്തതില് എപ്പോഴും ഓർമ്മ നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുതിരോട്ടം പപ്പിച്ചേട്ടനാണ്. വെള്ളാനകളുടെ നാട്ടിലെ ആ ഒരു സീക്വൻസ് കേൾക്കാം. ഈ എന്ന് പറഞ്ഞാല് നമ്മൾ പെരുത്ത് കേട്ടേക്കണ്. ഇത് ചെറുത്, ഒരു 10 മീറ്റർ നീളം, ഒരു 4 മീറ്റർ വീതി. ഇമ്മാതിരി നമ്മുടെ സാധനമാണ് പണ്ട് നമ്മൾ PW ഓടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ താമരശ്ശേരി ചോരൊന്ന് ഇങ്ങനെ കിടക്കല്ലേ? ഒരു ദിവസം നമ്മൾ ഈ ചൊര ഇറങ്ങുമ്പോ ഈ പണ്ടാരത്തിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ വെക്കണ്? ഒരു കടുകുമണി വ്യത്യാസത്തിൽ സ്റ്റെയറിങ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി, നമ്മൾ എഞ്ചിനും തവിട് കൂടി. എന്താണ് എഞ്ചിനൊരു ഒറ്റ കുത്താണ് ആൽമരത്തില്. ആൽമര അപ്പം തന്നെ അവിടെ മറിഞ്ഞു വീണു. പക്ഷെ എഞ്ചിൻ അപ്പം തന്നെ അവിടെ നിന്ന്. അപ്പം തന്നെ PWD നമ്മളെ വിളിച്ചിട്ടൊരു അവാർഡൊക്കെ തന്ന്. EWD എഞ്ചിന് നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയാണ്, പകയാ നീ സുലൈമാനല്ല ഹനുമാനാണ്. ഇതാണ് പഴയതിൽ ചിലത് ഓർമ്മയിക്കുന്ന സാധനങ്ങൾ. അല്ല സുഭാഷ്, ഈ പപ്പു ചേട്ടനെ തന്നെ ഒരുപാട് മ്യൂസിക് ആർട്ടിസ്റ്റ് അല്ലേ എന്ത് ഇത് അതെന്നൊക്കെ പറയുന്നത്, ഇത് ഡയറക്റ്റ് ഡിറ്റോ ആയിട്ടുള്ളൊരു ഡയലോഗാണ് എപ്പോഴും സുഭാഷ് അന്ന് സ്റ്റേജിൽ പറയുമ്പോഴും ഞാൻ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പപ്പു ചേട്ടൻ അല്ലാണ്ട് പിന്നെ വേറെ ആരൊക്കെയായിരുന്നു? മാളാരവന്തൻ ചേട്ടന്റെ ലോട്ടറി കച്ചവടം.
അതായിട്ടുള്ള കാര്യങ്ങൾ ലോട്ടറി പ്രത്യേകതകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനിത് ശപഥം ചെയ്യുന്നു. ആകസ്മികമായ ഉത്ഭവത്തിന്റെ പ്രഭവത്തിൽ നിന്നും വേർതിരിക്കുന്ന ആ ഗോള പ്രതിഭാസത്തിന്റെ കുറ്റതോടനാണ് കേരള ലോട്ടറി. ഹി ഹി ഹി. ഈ സാധനം കേട്ട് അതിനോട് തോന്നിയ ഒരു കൗതുകവും താല്പര്യമാണ് എന്നെ മിമിക്രിക്കാരനാക്കിയത്. പപ്പുചേട്ടനെയും മാളച്ചേട്ടനെയൊക്കെ അസാധ്യമായിട്ട് അനുകരിച്ചു. ഇപ്പം രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെതായ പെർഫെക്ഷനോട് കൂടി പെർഫെക്ഷനിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് അനുകരിച്ചു. അപ്പം ഇതുപോലെ ഉള്ള മറ്റ് പെർഫോമൻസുകൾ ഏതൊക്കെയായിരുന്നു പെട്ടെന്ന് ഇവിടെ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റുന്ന? ഒരു ഓർമ്മ വരുന്നൊരു സാധനം, നമ്മുടെ ഈ മാളാരവിന്ദൻ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അതിനെ മറ്റൊരു ശൈലിയിലും കൂടി പറയും. അതെ, പോടാന്ന് പറഞ്ഞിട്ട് പോടാ എന്നും കൂടെ പറയും. ഓക്കെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവമാണ്. അതായത് മാളാരവിന്ദൻ ചേട്ടൻ ഒരു വക്കീലാണ്. ഇപ്പൊ പുള്ളി കോടതിയിൽ വരുന്നു, പുള്ളി വാദിഭാഗം വാദികയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് ഇവനാണ് ഇത് ചെയ്തതെന്നുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് ഇവന് മതിയായ ശിക്ഷകൾ നൽകി ഇവനെ തൂക്കിക്കൊല്ലണം, ഇവനെ പണ്ടാരടങ്ങണം. കറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ് അത്. ശരിയാണ്, അടിപൊളിയായിരുന്നു അത്. പിന്നെ അന്ന് ചെയ്തിരുന്ന മറ്റൊരു സംഭവം ഉണ്ട്. അതായത് MG ശ്രീകുമാർ ഏട്ടന്റെ ചേട്ടൻ MG രാധാകൃഷ്ണൻ സാർ. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒത്തിരി നാളായി ചെയ്തിട്ട്. മലയാള ഗാനശാഖയിലെ ഞാൻ അധികം തന്നെ ചിത്രങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഏതാണ്ട് സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഈ ദേവാസുരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഒരു കീർത്തനം പാടുകയുണ്ടായി. അത് മൃദുൽ കൃഷ്ണനാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്. അതായത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാബഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. സുഭാഷേട്ടാ, അപ്പോൾ പെർഫോമൻസുകളൊക്കെ അടിപൊളിയായി. ആൻഡ് ഇവിടെ എത്തിയതിൽ ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്നേഹാദരമായിട്ട് വാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സെന്തിലേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ സുഭാഷ് കരുനാഗപ്പള്ളി അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക കാലയളവിൽ കലയുടെ തന്നെ വിവിധ മേഖലകളിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തനങ്ങളിലേക്ക്, സാങ്കേതികമായ കാര്യങ്ങൾ ചെന്നൈയിൽ പോയി പഠിച്ച് അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ മേഖലയിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള ഔന്നിത്യം ഇനി ഇവിടെ ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞതാണ്. എത്ര ചിട്ടയോടും പൂർണ്ണതയോടും കൂടിയാണ് ഓരോ ശബ്ദങ്ങളും അദ്ദേഹം ഇവിടെ അനുകരിച്ചെന്നുള്ളത്. മിമിക്രിയിലെ സജീവ സാന്നിധ്യമായിട്ടുള്ള സുഭാഷ് കരുനാഗപ്പള്ളി അദ്ദേഹത്തിന്റെ തിരക്കിൽ നിന്നും സമയം മാറ്റിവെച്ച് ഇവിടെ എത്തുന്നതിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഉപഹാരം.